എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയെന്ന്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എം പിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നതിന് എത്ര പ്രാവശ്യം അല്ല കേൾക്ക്, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം, കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിൻ്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. UDFൻ്റെ സീറ്റ് വിഭജനം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഞങ്ങൾ വേറെ ചില വിസ്മയങ്ങളൊക്കെ ചില മണ്ഡലത്തിലുള്ളതുകൊണ്ടാണ് അത് ഡിലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ച് 95 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും, 27 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും, 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. അവർ ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ ഒരു പ്രാവശ്യത്തേക്ക് കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. മാത്രമല്ല തൃക്കരിപ്പൂർ, അവർ മത്സരിച്ച തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടു തരികയും പകരം ഞങ്ങൾ അവർക്ക് കാസർഗോഡ് ജില്ലയിലെ തന്നെ കാഞ്ഞങ്ങാട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. RSP 5 സീറ്റുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ആ 5 സീറ്റുകളിലും ഇപ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ സീറ്റായ മട്ടന്നൂർ, അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മട്ടന്നൂർ കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. അതിന് പകരം അവർക്ക് കൊടുത്തത് പയ്യന്നൂരാണ്. പക്ഷെ പയ്യന്നൂർ ഈ പ്രത്യേക സാഹചര്യത്തിൽ RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C. കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ C. അനൂപ് ജേക്കബിന് പിറവവും, CMBക്ക് തിരുവനന്തപുരവും, KDP C. മാണി C. കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും, തൃണമൂൽ കോൺഗ്രസ്സിന് C. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. UDFൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. അങ്ങനെ 140 സീറ്റുകളുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ഇന്ന് തീരുമാനമെടുക്കും. 40 സീറ്റുകൾ ഇനി പെൻഡിംഗ് ഉണ്ട്. 55 സീറ്റുകൾ എന്ന് പ്രഖ്യാപിച്ചു. ഈ 95 40 സീറ്റുകൾ ഇനി പെൻഡിംഗ് അല്ല, അതെന്നത്തേക്കാണ്? അല്ല, അത് ഇന്ന് തന്നെയാവും. ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാവും. അതെ അതെ, ഇന്ന് കൂടുതൽ 3. ഇതിൽ ഇപ്പോഴും K. സുധാകരന്റെ കാര്യത്തിലാണ് ഈ തർക്കം എന്നുള്ള നിലയിലാണ്. അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ തന്നെ അതിന്റെ പരിഹാരം ചെയ്യും. നിങ്ങൾ ഞങ്ങൾ എന്താ പറയണം, ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് എല്ലാ ദിവസവും പറയും. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളോട് എന്തിനാ ചോദിക്കണം? അത് MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നതിന് എത്ര പ്രാവശ്യം അല്ല കേൾക്ക്, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. അല്ലല്ല, അതൊക്കെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനം. അത് അവരാ എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. UDFന് എന്താണ് കണ്ണൂരിലെ കാര്യം? ഇത് MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ല ഞാൻ അല്ല അങ്ങനെ ചോദിക്കല്ലേ. VD സതീശനാണോ MPമാർ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആണോ? KPCC പ്രസിഡന്റ് ആണോ തീരുമാനിക്കുന്നത്? MPമാർ ഉന്നതരായ നേതാക്കളാണ്. അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ ഞാൻ അല്ല, നിങ്ങൾ എനിക്ക് ഒരു ചോദ്യവും അതിന് ഉത്തരം പറയാൻ പ്രാപ്തനായ ആളല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല. ദയവ് ചെയ്ത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അതിന് പ്രാപ്തനായ ആളല്ല, ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാലോ. നീ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഉറപ്പായിട്ടുണ്ടാവില്ലേ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ. മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ UDF വലിയ ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം
വൈകിയപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം കൊണ്ടല്ല വൈകിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. എന്നിട്ട് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയെന്ന്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേര് കോൺഗ്രസിൽ തർക്കം അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നു എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്? നിങ്ങളെല്ലാവരും അല്ല, കുറേ പേരെങ്കിലും അത് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് നിങ്ങൾക്ക് ഏറ്റവും വലിയ കലാപം നടക്കുന്നത് എവിടെയാണ്? ഒരു കാലത്തും നടക്കാത്ത കലാപം CPM നടക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് നിങ്ങളിൽ കുറച്ച് പേര് കോൺഗ്രസിന് എതിരാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഓരോ കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ആകാശത്ത് പടച്ചുണ്ടാക്കി 2-3 ചാനലുകൾ കൈരളി നമുക്ക് മനസ്സിലാക്കുക CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്. അവർക്ക് അതേ പറ്റുള്ളൂ. അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളാകല്ലേ എല്ലാവരും അങ്ങനെ ആകല്ലേ. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപസമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങളെടുത്തോ. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അതിൽ മുതിർന്ന ആളുകളിവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനമല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക. പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്തായിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നോ? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് VD സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളൊരു സമന്വയത്തിലെത്തും. അങ്ങനെയാണ്. അല്ലാതെ അയാളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥി ഇയാളുടെ മകനോട് സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുന്ന പാർട്ടിയല്ല. എന്നിട്ട് പോലും എത്ര ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യം എത്ര ഭംഗിയായിട്ട് നടക്കുന്നൊരു പാർട്ടിയാണ്. നിങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് നടക്കുന്ന ഏകാധിപത്യപരമായ സ്വഭാവത്തിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനെതിരായിട്ടുള്ള കലാപസമാനമായ അന്തരീക്ഷത്തെ നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ടീം UDF ആണ്. ടീം UDF. ഒരു അലോസരം ചർച്ചയ്ക്കിടയിലുണ്ടായോ? സീറ്റ് വിഭജനത്തിൻ്റെ ഇടയിൽ UDFൻ്റെ ഇടയിൽ ഒരു അലോസരം ഉണ്ടായോ? നിങ്ങൾ എന്തെല്ലാം വാർത്ത എഴുതി? ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ, പലരും വാർത്ത കൊടുത്തില്ലേ, ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. UDF വന്നാൽ ലീഗിന് അപ്രമാദിത്വം, ലീഗ് 5 സീറ്റ് കൂടുതൽ. ലീഗ് 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല, 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല. കോൺഗ്രസിനാണ് ഇപ്പോൾ 2 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഈ മുന്നണി ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തൽക്കാലത്തേക്കാണെങ്കിലും അവർ 2 സീറ്റ് വിട്ടു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബലം പ്രയോഗിച്ചെടുത്തൊന്നുമല്ല, 2 സീറ്റ് അവർ വിട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിന്. ഒരു അലോസരം നിങ്ങൾ എവിടെയെങ്കിലും UDFലെ ഒരു ഘടകകക്ഷി എവിടെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? LDFൽ എത്ര വന്നു? UDF ടീം UDF എന്ന് പറഞ്ഞാൽ ടീം UDF. ഇനി 2 കോൺഗ്രസ്സിൽ ഞാൻ അഭിമാനത്തോടെ ഞാൻ KPCC പ്രസിഡന്റിനെയും ദേശീയ നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു. ഒരു കാലത്തും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഞങ്ങൾ അഭിമാനമാണ്. അവരാണ് ഞങ്ങളുടെ അസറ്റ് ഉള്ള പാർട്ടിയാണ്. അതിന് ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത്ര ഒരു അലോസരം പോലും ഉണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ ഒറ്റ വിഷയമാണല്ലോ, അത് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ അതിൻ്റെ അകത്തൊരു ഫൈനാലിറ്റി വന്നു. അല്ല, ഞാനത് പ്രത്യേകമായിട്ട് പരാമർശിച്ചു. അദ്ദേഹത്തിന് അവരുടെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ സീറ്റ് കൊടുത്തു. അവർ പാർട്ടിയും അത് പരിശോധിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. തീർച്ചയായിട്ടും ഫോർവേഡ് ബ്ലോക്കിനോട് ശ്രീ ദേവരാജനോട് ഞങ്ങൾ നന്ദി പറയുന്നു. UDF എന്തായാലും അധികാരത്തിൽ വരുമ്പോഴും ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനോട് ഞങ്ങൾ പൂർണ്ണമായ നീതി പുലർത്തും. വാക്കാണ്. അല്ല, അതിന്റെ ഡീറ്റെയിൽ രാജ്യസഭ തീരുമാനിക്കുന്ന ഞാനാണ്. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു.
അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാൻ സീറ്റ് കൊടുക്കാം അല്ലല്ല അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. കന്റോൺമെൻറ് ഹൗസിൽ വെച്ചാണ്, എൻ്റെ ഔദ്യോഗിക ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാമെന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ പറയാം അത് പരിഗണിക്കാം മുന്നണി നേതൃത്വമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വൈക്കത്ത് ഞങ്ങൾ മത്സരിക്കുന്നതാണ്, പാർട്ടി മത്സരിക്കണം എന്ന തീരുമാനം എടുത്തു. അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് അവിടെ മത്സരിപ്പിക്കാനും അറിയില്ല. 25 സീറ്റാണോ 27 അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. അവർ ഇന്നലെ അനൗൺസ് ചെയ്ത് 25ആണ്. അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. 27 ഈ പ്രാദേശിക പ്രശ്നങ്ങൾ പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നടക്കുന്നു. അല്ലാതെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഉള്ളത്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും. സർ, ഈ പത്തനംതിട്ട ജില്ലയടക്കം പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങളാണോ ഇത്ര വൈകാൻ കാരണം? കേരളത്തിൽ പറയേണ്ടത് നിങ്ങൾ കുറേ സീറ്റുകൾ വൈകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മിനിങ്ങാന്ന് മനസ്സിലായി. കണ്ണൂർ നിങ്ങൾ എന്താ തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചു. UDFിൻ്റെ സീറ്റ് വിഭജനം എന്താണ്? സീറ്റ് വിഭജനം ഇപ്പോൾ RSP എന്താ ചെയ്ത്? RSP ആർക്കാ പിന്തുണ കൊടുത്തത്? CPMലുണ്ടായൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു. അവിടെ RSP സീറ്റ് അവർ പിന്മാറിയിട്ട് സിബു ബേബി ജോൺ തന്നെ മുൻകൈയെടുത്ത് അവിടെ പോയി C കുഞ്ഞികൃഷ്ണൻ പിന്തുണ കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ എവിടെ കലാപം ഉണ്ടായത്? തളിപ്പറമ്പിൽ കലാപം ഉണ്ടായല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ കാത്തു നിൽക്കണ്ടേ? ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? നിങ്ങൾ ഇതൊക്കെ കൂടി കേൾക്ക്. അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? സത്യത്തിൽ എനിക്ക് ഈ സമയം സമയം ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം 9-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്താലേ ഉണ്ടായനെ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഫീൽഡ് ചെയ്യണുണ്ട്. 3 ദിവസം കൂടി കാത്തിരിക്കുന്നത്. എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. ഞാൻ 23-ാം തീയതിയാണ് ഇലക്ഷനെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്ന്. പിന്നെ എല്ലാ സീറ്റും കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇന്ന് ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മളങ്ങനെ കെണി വെച്ച ആളെ പിടിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. നിങ്ങൾ ഈ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തിൽ? ഇനി വേണോ? എപ്പോ വേണം? ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് തന്നെ പറഞ്ഞു. കാരണം നിങ്ങളുടെ അജണ്ട അതാണ്. നിങ്ങളുടെ അജണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല UDFിൽ. അപ്പൊ അതിന് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. ഇനി ആര് പോസ്റ്റർ അടിക്കുന്ന പ്രസിൽ പോയിട്ട് ഓരോരുത്തർ അത് നോക്കിയിട്ട് വാർത്തകൾ ഇതൊന്നും കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചരിത്രം പരിശോധിക്കും. അല്ല, ചരിത്രം അറിയാലോ. UDFിലൊക്കെ ഒരു അലോസരമില്ലാതെ, ഒരു തർക്കമില്ലാതെ എത്ര ഭംഗിയാണ്. നിങ്ങൾ ആരും അറിഞ്ഞുപോലുമില്ല സീറ്റ് വിഭജനം. അല്ലല്ലേ, അതൊക്കെ ഞങ്ങൾ ഇന്ന് ഫൈനൽ പറയാം. ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ PK കുഞ്ഞാലിയുടെ സാഹിബിനെയും സാദിഖ് അലി തങ്ങളെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്തൊരു സീറ്റുകളാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സീറ്റുകൾ. അതിൽ എന്തെല്ലാം വാർത്തകൾ നേരത്തെ വന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു. എത്ര മനോഹരമായിട്ടാണ് അവർ ആ സീറ്റ് അവരുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾ സാധാരണ നമ്മൾ സീറ്റ് പ്രഖ്യാപിച്ചാൽ ആരൊക്കെ ജയിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരെങ്കിലും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ലിസ്റ്റിൽ നോക്കേണ്ടത്. അതുപോലത്തെ ലിസ്റ്റാണ്. നിങ്ങളെ ലിസ്റ്റ് നോക്ക്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടല്ലോ. സീറ്റ് കിട്ടാത്ത ആരെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? അങ്ങനെയല്ലല്ലോ. അതൊന്നുമല്ല. അതിലൊന്നും അല്ല. അത് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. അതൊക്കെ പാർട്ടി സീറ്റുകൾ എല്ലാവരും പരിഗണിക്കല്ലേ എല്ലാവരും. അപ്പം ഞാൻ മുൻകൂട്ടി പറയണത് ശരിയാണോ? നിങ്ങൾ ഇതാണ് സാധനം. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണതല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണതല്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തയുണ്ട്? ഞങ്ങളെല്ലാ നേതാക്കന്മാരും കൂടി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ഡൽഹിയിൽ വന്ന് ഞങ്ങൾ പോകണ്ടേ? അപ്പോൾ കോൺഗ്രസിൽ തർക്കം മുറുകി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം ചെയ്യേണ്ട അതാണ്. അങ്ങനെയല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ.
ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കും, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിൻ്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിലാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിൻ്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, നിങ്ങളങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പം തന്നെ VD സതീശൻ ശോഭിച്ചു. ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി, എൻ്റെ ദൈവമേ, ഇത് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല ഞാൻ പറഞ്ഞ നിങ്ങളോട്, നിങ്ങൾ ആണ് നിങ്ങൾക്ക് അതിൻ്റെയും കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലമോ, നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുന്നതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ല കേട്ടാ, ഞാൻ കോപാകുലായ എൻ്റെ മുഖത്ത് നോക്കി അറിയാം. നിങ്ങൾ സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചുകൂടി സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൂടെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള ഹൗസിൽ. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കുമോ, പുതിയതായി വന്നവർ എന്തായിരുന്നു ഇവിടെ ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, എത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം, അതുകൊണ്ടാണ്. അപ്പോൾ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ടത്. ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആളിൽ ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരുന്നത്. ആദ്യത്തെ ദിവസം വൈകിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചു ഇല്ലേ? എല്ലാവർക്കെതിരെ എന്തെല്ലാം കേസാണുള്ളത്. ഇപ്പോൾ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞു. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യേ.